ഡിസ്കസ് ചെയ്തത് ട്രേഡിംഗ് അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു റിസൾട്ട് കിട്ടി, ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം എന്നുള്ള ഫോർമാറ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ക്യാപിറ്റലിനോട് കൂടിയിട്ട് അതല്ലെങ്കിൽ നമ്മൾ ഓണേഴ്സ് ക്യാപിറ്റലിനോട് കൂടെ ആഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ പഠിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രത്യേകത എന്താണ്, ഇവിടെ നോമിനൽ അക്കൗണ്ടുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. എന്താ ഈ നോമിനൽ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോമിനൽ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ നോമിനൽ അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, നോമിനൽ അക്കൗണ്ടിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, ഇതിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്, +1 മുതലേ പഠിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓൾ എക്സ്പെൻസസ് ആൻഡ് ഇൻകത്തിനെ പറയുന്ന പേരാണ് നോമിനൽ അക്കൗണ്ട്സ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, all expenses are debited, all incomes are credited. All expenses are debited, all incomes are credited. അപ്പോൾ നമ്മൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുമ്പോൾ നോമിനൽ അക്കൗണ്ട്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്തായിരുന്നു മറ്റൊരു പ്രത്യേകത, കറണ്ട് ഇയറിലെ എക്സ്പെൻസും കറണ്ട് ഇയറിലെ ഇൻകവും മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുള്ളൂ. അത് നിങ്ങൾ കൊടുത്താലും ഇല്ലെങ്കിലും നിങ്ങൾ കറണ്ട് ഇയറിലെ എക്സ്പെൻസും കറണ്ട് ഇയറിലെ ഇൻകവും മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് ആക്ച്വലി നിങ്ങൾ അത്ര എമൗണ്ട് കൊടുത്തിട്ടില്ലെങ്കിലും കറണ്ട് ഇയറിൽ എത്ര എക്സ്പെൻസ് വരുമായിരുന്നു അല്ലെങ്കിൽ എത്ര എക്സ്പെൻസ് കൊടുക്കാനുണ്ടായിരുന്നു ആ എക്സ്പെൻസ് മാത്രമായിരിക്കും നിങ്ങൾ ഇവിടെ റെക്കോർഡ് ചെയ്യുക, ആക്ച്വലി കൊടുത്ത രീതിയിലായിട്ടില്ല. ഇതിനെ പറയുന്ന പേരെന്താണ്, മർക്കന്റൈൽ സിസ്റ്റം അല്ലെങ്കിൽ അക്രൂവൽ സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ ഫൗണ്ടേഷൻ ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇന്റർമീഡിയറ്റിലേക്ക് പോകുമ്പോൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയെന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെന്റിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വേരിയസ് എക്സ്പെൻസസ്, അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് സൺട്രി എക്സ്പെൻസസ്. സൺട്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞെങ്കിൽ സാലറി ആവാം, അല്ലെങ്കിൽ മറ്റൊരു സാലറി അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ മറ്റെന്തോ ആയിരിക്കാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സൺട്രി എക്സ്പെൻസസ് എന്നാണ് പറയാം. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രത്യേകത എന്താണ്, ഇവിടെ ഇൻഡയറക്റ്റ് നാച്ചുറൽ എക്സ്പെൻസും ഇൻഡയറക്റ്റ് നാച്ചുറൽ ഇൻകവും മാത്രമേ ഇവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇൻഡയറക്റ്റ് നാച്ചുറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് എന്താണ്, നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അവരുടെ മെയിൻ ആക്ടിവിറ്റിയുമായിട്ട് യാതൊരു നേരിട്ടൊരു ബന്ധവും ഇല്ലാത്ത ഐറ്റം ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ കോമൺ ആയിട്ട് ഫസ്റ്റ് എടുത്തത് നമ്മൾ സൺട്രി എക്സ്പെൻസസ്, സാലറി, കമ്മീഷൻ അല്ലെങ്കിൽ റെന്റ്, ഏത് പാർട്ടോ ആയിക്കോട്ടെ നമ്മൾ അതിനെല്ലാം കൂടി കോമൺ ആയിട്ട് എന്തെന്ന് പറഞ്ഞു, സൺട്രി എക്സ്പെൻസസ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വർഷം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യേണ്ട എമൗണ്ട് എത്ര, അഥവാ കറണ്ട് ഇയറിലെ എക്സ്പെൻസ് എത്രയാണ്, യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടിയിരുന്ന എക്സ്പെൻസ് എത്രയാണ്. നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് ആക്ച്വലി കൊടുത്തൊരു എമൗണ്ട് ആണെന്ന് വിചാരിക്കാം. ആക്ച്വലി കൊടുത്തൊരു എമൗണ്ട് ആണ് നമുക്ക് ആകെ അറിയുന്നത് എന്താണ്, നമ്മൾ ഈ വർഷം കൊടുത്ത എമൗണ്ട് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂവെങ്കിൽ നമ്മൾ ആ എമൗണ്ടിനോട് കൂടെ എങ്ങനെ സ്റ്റേറ്റ്മെന്റിലൂടെ ചെയ്തു കഴിഞ്ഞാലാണ് ഈ വർഷം കൊടുക്കാനുണ്ടായിരുന്ന അല്ലെങ്കിൽ കൊടുക്കേണ്ടിയിരുന്ന യഥാർത്ഥ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ നമ്മൾ ആദ്യം തുടങ്ങുന്നത് എവിടെയാണ്, സൺട്രി എക്സ്പെൻസസ് നമ്മൾ കൊടുത്ത ആക്ച്വൽ എമൗണ്ട് എത്രയാണോ അത് ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 6 അല്ലെങ്കിൽ 10 എംപ്ലോയീസ് ഉണ്ട് വിചാരിക്കാം. 10 എംപ്ലോയീസില് 4 പേർക്ക് എനിക്ക് സാലറി കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ സോറി ഈ വർഷം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരോട് പറഞ്ഞു ഞാൻ അടുത്ത വർഷം തന്നോളാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യണം, നമ്മൾ ഈ വർഷം എത്ര എക്സ്പെൻസ് ഉണ്ടെന്ന് നോക്കണമെങ്കിൽ നമ്മൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മുടെ സൺട്രി എക്സ്പെൻസസിനോട് കൂടി അല്ലെങ്കിൽ ഏതാണോ എക്സ്പെൻസ് ആ എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യണം. ഈ വർഷം കൊടുക്കാനുണ്ടായിരുന്ന ബാലൻസ് കൊടുക്കാനുള്ള എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് നമ്മൾ ആഡ് ചെയ്യണം, ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഇനി അതിന് പകരം ഞാൻ ഈ വർഷം എന്ത് ചെയ്തു, കുറച്ച് പ്രീപെയ്ഡ് ആയിട്ടാണ് കൊടുത്തു, അതായത് മുൻകൂട്ടിയാണ് കൊടുത്തു വിചാരിക്കാം. മുൻകൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞെങ്കിൽ എന്റെ എംപ്ലോയീസിൽ 1-2 പേര് പറഞ്ഞു, സാറേ എന്റെ കയ്യിൽ പൈസ ഇല്ല, എനിക്ക് അത്യാവശ്യമാണ് എന്റെ മകളുടെ കല്യാണമാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് എമൗണ്ട് കൊടുക്കും. അങ്ങനെ പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വർഷം നമ്മൾ അഡീഷണൽ ആയിട്ട് അടുത്ത വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് പ്രീപെയ്ഡ് അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, ലെസ് ചെയ്യും. കാരണം അത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്, അത് നമ്മൾ ഈ വർഷം ഇവിടെ റെക്കോർഡ് ചെയ്യണം. അപ്പൊ ലെസ് പ്രീപെയ്ഡ് ക്ലോസിംഗ്. ഇതിനിടയിൽ വരുന്നതാണ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. കഴിഞ്ഞ വർഷം ഞാൻ എന്റെ എംപ്ലോയിക്ക് എമൗണ്ട് കൊടുക്കാനുണ്ടായിരുന്നു, നമ്മളോട് ആദ്യമേ പറഞ്ഞു ഈ വർഷം നമ്മൾ ആക്ച്വലി ക്യാഷ് പേയ്മെന്റ് എത്ര നടത്തിയതായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇൻഫോർമേഷൻ എങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് കഴിഞ്ഞ വർഷം നമ്മൾ കൊടുക്കാൻ ബാക്കി ഉണ്ടായിരുന്ന എമൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊടുത്ത എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവില്ലേ, അതുകൊണ്ട് നമ്മൾ ഓപ്പൺ
ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യും. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ലെസ് ചെയ്യും. ക്ലിയർ ആണോ? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ലെസ് ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമുക്ക് പ്രീപെയ്ഡ് ആയിട്ട് നമ്മൾ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, അതായത് മുൻകൂട്ടി നമ്മൾ എമൗണ്ട് കൊടുത്തിട്ടുണ്ട് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഈ വർഷത്തെ എക്സ്പെൻസ് അല്ലേ, അത് നമ്മൾ എന്ത് ചെയ്യും? ഈ വർഷത്തെ എക്സ്പെൻസിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യും. ക്യാഷ് എക്സ്പെൻസിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും? ഈ വർഷം നമ്മൾ എത്ര രൂപയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, എത്ര രൂപയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുക. ആക്ച്വലി കറണ്ട് ഇയറിലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, ആഡ് പ്രീപെയ്ഡ് ഓപ്പണിംഗ്, ലെസ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, സോ ലെസ് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, ലെസ് ക്ലോസിംഗ് പ്രീപെയ്ഡ്. ഇത്രയും ചെയ്യുന്ന സമയത്ത് നമുക്ക് കറണ്ട് ഇയറിൽ എന്ത് കിട്ടും? കറണ്ട് ഇയറിലെ എക്സ്പെൻസ്, ഈ വർഷം നമ്മൾ ചെലവാക്കേണ്ടിയിരുന്ന എക്സ്പെൻസ് എത്രയെന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ അടുത്ത ഐറ്റത്തിലേക്ക് പോകണം. അപ്പോൾ എക്സ്പെൻസിനെ കുറിച്ച് ഒരു ധാരണയായി. അടുത്ത ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ നമ്മൾ വളരെ വൈഡ് ആയിട്ട് പഠിച്ചിരുന്നൊരു, പണ്ട് പഠിക്കുകയാണെങ്കിൽ A6 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് 2017-18 ശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിനെ A10 പ്ലാന്റ് എക്യുപ്മെന്റ് പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇൻകം ടാക്സിലേക്ക് പോവുകയാണെങ്കിൽ as per explanation 5 പ്രകാരം മാൻഡേറ്ററി ആണ് ഡിപ്രീസിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിപ്രീസിയേഷൻ നമ്മൾ മാൻഡേറ്ററി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ നമ്മൾ ഏതിനെ കുറിച്ച് ചുമത്തുന്നതാണ്? എന്താണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിമിനിഷിംഗ് വാല്യൂ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ അസറ്റ് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ അതിന് കുറയാണ്, അതിന് തേയ്മാനം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു അസംപ്ഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂവിനെ ഡിമിനിഷ്, അതായത് റെഡ്യൂസ് ചെയ്യാണ് നമ്മുടെ അസറ്റിന്റെ മുകളിൽ. അതായത് ഈ അസറ്റിന്റെ മുകളിൽ വാല്യൂ റെഡ്യൂസ് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടോ? ആക്ച്വലി ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഔട്ട്ഫ്ലോ, നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് FM ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഡിപ്രീസിയേഷനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. കാരണം ആക്ച്വലി നമുക്ക് ഫണ്ട് ഔട്ട്ഫ്ലോ ഇല്ല. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ നമ്മൾ നോഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അസറ്റിന്റെ മുകളിൽ നിന്ന് വാല്യൂ കുറഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഡിപ്രീസിയേഷൻ എവിടെ ചെയ്യും? അസറ്റിന്റെ മുകളിൽ നിന്ന് വാല്യൂ കുറയുന്നുണ്ട്, അതിന് നമ്മൾ ഒരു വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മൾ ഇവിടെ ചാർജ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഡിപ്രീസിയേഷൻ ഏതിന്റെ മുകളിൽ ചാർജ് ചെയ്യുക? ഫിക്സഡ് അസറ്റുകളുടെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. അപ്പോൾ ഫിക്സഡ് അസറ്റുകൾ ഏതൊക്കെയാണ്? നമ്മുടെ സാധാരണ രീതിയിൽ ലാൻഡ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സഡ് അസറ്റ് ആണ്. ലാൻഡിന്റെ മുകളിൽ അപ്രീസിയേഷൻ ആണോ ഡിപ്രീസിയേഷൻ ഉണ്ടാവുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ലാൻഡിന് എപ്പോഴും അപ്രീസിയബിൾ വാല്യൂ മാത്രമേ ഉള്ളൂ, അതായത് വാല്യൂ കൂടുക മാത്രമേ ചെയ്യുള്ളൂ. അതിന് മുകളിൽ എന്തില്ല? ഡിപ്രീസിയേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ ബിൽഡിംഗ്, ഫർണിച്ചർ, മോട്ടോർ കാർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫർണിച്ചർ, ഇത്തരത്തിലുള്ള ഫിക്സഡ് അസറ്റുകളുടെ മുകളിലാണ് നമ്മൾ ലാൻഡ് ഒഴിച്ച് ബാക്കി എല്ലാ അസറ്റുകൾക്കും ഡിപ്രീസിയേഷൻ ആണ് സംഭവിക്കുന്നത്. ആ വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചാർജ് ചെയ്യാം. അത് നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ? നമ്മൾ അടുത്ത പഠിക്കാനുള്ള ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം എന്ന് പറഞ്ഞാൽ എന്റെ ഡെപ്റ്റർ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്, അയാൾ എനിക്കൊരു 95,000 രൂപയെ തന്നിട്ടുള്ളൂ, ബാക്കി 5,000 രൂപ ഒരു വർഷമായിട്ട് എനിക്ക് തരാനുള്ള ഉദ്ദേശമൊന്നുമില്ല. അപ്പൊ എനിക്കിത് മനസ്സിലായി, ഇതിന് കിട്ടാൻ പോകുന്നില്ല, ഞാൻ ആ എമൗണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാഡ് ഡെപ്റ്റ്, കിട്ടാത്തതാണെന്ന് പറഞ്ഞിട്ട് എഴുതി തള്ള റൈറ്റ് ഓഫ് ചെയ്യുന്നതാണ് ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഡെപ്റ്റർ എനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, സർ നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് പകരം നിങ്ങൾ ഒരു 99,000 രൂപ തന്നാൽ മതി, 1000 രൂപ ഞാൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് തരുന്നു. ഈ പറയുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട് അലൗഡ്. ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇത് നമ്മുടെ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. നമ്മൾ ഇതിൽ ചാർജ് ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചാർജ് ചെയ്തു. സാധാരണഗതിയിൽ ഒരു ബേസിക് ഫോർമാറ്റ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്രയും ഐറ്റംസ് ആണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരിക. ക്ലിയർ? അപ്പൊ എക്സ്പെൻസ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സൺട്രി എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട്. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ കമ്മീഷൻ ഉണ്ട്, റെന്റ് ഉണ്ട്, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ അടുത്ത ഗ്രോസ് പ്രോഫിറ്റ്, നമ്മൾ ഇൻകം സൈഡിലേക്ക് പോകണം. ഇൻകം സൈഡിൽ ആദ്യത്തെ ഐറ്റം ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി. ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ഞാനിവിടെ ഗ്രോസ് പ്രോഫിറ്റ് ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതും. ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ആണ്, അസംപ്ഷൻ ആണ്, പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് ഗ്രോ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതി. അതായത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന്
നമുക്ക് ഓപ്പറേറ്റിംഗ് റിസൾട്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത് പ്രോഫിറ്റ് ആണ്. നമ്മൾ അതിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ബൈ ബാലൻസ് ബ്രോഡ് ഓൺ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഐറ്റത്തിലേക്ക് പോവാണ് ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ്. എന്താ ഈ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്രെഡിറ്റർ, അതായത് ഞാൻ കടത്തിന് പർച്ചേസ് ചെയ്ത ഒരു ആളുണ്ടായിരുന്നു, അയാളുടെ പേര് എക്സ് എന്നായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, സർ നിങ്ങൾ ഒരു 20,000 രൂപ ഞാൻ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന അയാൾ പറഞ്ഞു 2,000 രൂപ കുറച്ചിട്ട് നിങ്ങൾ 18,000 രൂപ തന്നാൽ മതി എന്ന്. ആ 18,000 രൂപ കൊടുത്ത് ബാലൻസ് എമൗണ്ട് വരുന്ന 2,000 രൂപ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഡീഷണൽ ഇൻകം ആണ്, അതൊരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇതിനെ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻകം സൈഡിൽ കാണിക്കുന്നു. ക്ലിയർ ആണോ? ഇതൊരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്, നമ്മൾ ആക്ച്വലി കൊടുക്കുന്നില്ല, നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന എമൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് കമ്മീഷൻ ആണ്. കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മൾ മറ്റെന്തോ ഒരു ആക്ടിവിറ്റി ചെയ്തതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ആണ് കമ്മീഷൻ. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി റെന്റ്, ഞാൻ ഒരു വലിയ ബിസിനസിന്റെ മെയിൻ ബിസിനസ് എന്താണ്, എനിക്ക് മറ്റെന്തോ ഒരു ബിസിനസ് ആയിരുന്നു, ഇതിൽ നിന്ന് എനിക്ക് റെന്റ് കൂടെ കിട്ടുന്നുണ്ട്. ഞാൻ എന്റെ ഓഫീസിന്റെ ഒരു പാർട്ട് സബ് ലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റെന്റ് എന്താണ്, ഒരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. ഇൻട്രസ്റ്റ്, ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മുകളിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ മുകളിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ മക്കളെ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ രണ്ട് സൈഡും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും നമ്മൾ ഫുൾ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, നമ്മുടെ ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് കൂടുതലാണ് വിചാരിക്കും, ക്രെഡിറ്റ് സൈഡ് എമൗണ്ട് കൂടുതലാണ്, ഡെബിറ്റ് സൈഡ് എമൗണ്ട് കുറവാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് നെറ്റ് പ്രോഫിറ്റ്. ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് നെറ്റ് പ്രോഫിറ്റ്. ഈ എമൗണ്ട് ആണ് നമ്മൾ ആർക്ക് കൊടുക്കുക, ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്. ആരാണോ കമ്പനിയുടെ ഓണർ, ഷെയർ ഹോൾഡേഴ്സ്, അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ്. എല്ലാ എക്സ്പെൻസും, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം ട്രീറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന റിസൾട്ടിന്റെ പേരാണ് നെറ്റ് പ്രോഫിറ്റ്. ഇനി അതിന് പകരം നിങ്ങളുടെ എക്സ്പെൻസ് സൈഡ് കൂടുതലും ഇൻകം സൈഡ് കുറവാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, നെറ്റ് ലോസ്. നെറ്റ് ലോസ്, നെറ്റ് ലോസ് എന്താണ്, നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റും ഇതിന്റെ ട്രീറ്റ്മെന്റും. നമ്മൾ ഈ എക്സ്പെൻസ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഞാൻ സൺട്രി എക്സ്പെൻസിന് ഒരു ട്രീറ്റ്മെന്റ് പറഞ്ഞു, ഇതേ ട്രീറ്റ്മെന്റ് തന്നെയാണ് കറന്റ് ഇയറിലെ ഇൻകം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇത്രയാണ് ബേസിക് ആയിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടി. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചും അതിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ്, അതിൽ വരുന്ന ഓരോ ഐറ്റത്തിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അക്കൗണ്ട് ചെയ്ത് അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ഡിസ്കസ് ചെയ്തതിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ആലോചിച്ച് നോക്കാം. എന്തൊക്കെയായിരുന്നു, നമ്മൾ സൺട്രി എക്സ്പെൻസസിനെ കുറിച്ച് പറഞ്ഞു, ഡിപ്രിസിയേഷനെ കുറിച്ച് പറഞ്ഞു, ബാഡ് ഡെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്കൗണ്ട് അലൗട്ടിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ഗ്രോസ് പ്രോഫിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ, റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് നെറ്റ് ലോസ്. ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം.